ഹായ് ഫ്രണ്ട്സ്, ജീവിതം എന്ത് മനോഹരമാണല്ലേ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ മുന്നിലൂടെ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും കിലോമീറ്ററുകൾ പറന്നു പോകുന്നതായിട്ട് പലപ്പോഴും തോന്നും. അതിനിടയിൽ ആനന്ദകരമായ ഒരുപാട് നിമിഷങ്ങളും അതിലേറെ സന്തോഷമുള്ള അല്ലെങ്കിൽ അതീവമായ ആഹ്ലാദമുള്ള നിമിഷങ്ങളും ധാരാളം നമ്മൾ കടന്നു പോകും. ഇടയ്ക്കെപ്പോഴോ ചെറിയ സങ്കടങ്ങളും നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ എപ്പോഴും സങ്കടം മാത്രം അനുഭവിച്ച ആളുകളെപ്പറ്റി നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ നിലവിലെ വിദ്യാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരധ്യാപകന് നൽകിയ യാത്രയയപ്പിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച് കളഞ്ഞു. അദ്ദേഹം പറയാണ്, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് എൻ്റെ നാടിനെയാണ്. ഞാനത് കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാതെ വിഷമിച്ചു പോയി. ആ നാട്ടിലാണല്ലോ ഞാനും ജനിച്ചത് എന്ന്. അദ്ദേഹത്തിൻ്റെ ജന്മനാ ഉള്ള പിൽക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു കുറവ്, നമ്മൾ വൈകല്യമെന്ന് ഇന്നതിനെ വിളിക്കാറില്ല, ഡിഫറൻ്റ്ലി ഏബിളായിട്ടല്ല, ഭിന്നശേഷിക്കാരനായ അദ്ദേഹം കുട്ടിക്കാലത്ത് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അനുഭവിച്ച പ്രയാസങ്ങൾ അദ്ദേഹം പറഞ്ഞ് തൻ്റെ വിശ്വാസം പോലും സംശയത്തിൻ്റെ നിലയിലേക്ക് എത്തിയോ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവതരണം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് എത്തിച്ചത് കുടുംബവും നാട്ടുകാരും ഈ സമൂഹവുമാണ്. നമ്മുടെ ചുറ്റും ഇത്തരം ധാരാളം ആളുകളില്ലേ, അവരെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടോ? അവരുടെ ചെറിയ പ്രശ്നങ്ങളെ വിരലിൻ്റെ തുഞ്ചത്ത് ഒരല്പം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിരൽ അധികമായി കാണാം, അല്ലെങ്കിൽ അവരുടെ കണ്ണിന് ചിലപ്പോൾ കാഴ്ച ഉണ്ടാവില്ല, ചെവിക്ക്, അങ്ങനെ എന്തെങ്കിലും ശാരീരികമായൊരു വൈകല്യമുള്ള ആളെ നമ്മൾ ബോഡി ഷേമിങ് നടത്താറില്ലേ? ഈ അടുത്ത കാലത്ത് ഒരാൾക്ക് ചെറിയ അനുഭവം, വിമർശനാത്മകമായ ഒരു ഇടപെടലിന് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അത് വേണ്ട, ഒന്ന് ശ്രദ്ധിക്കണമെന്ന ഒരു സ്നേഹബുദ്ധിയായുള്ള ഉപദേശത്തിൽ പോലും ചെറിയൊരു അംശം ബോഡി ഷേമിങ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു പോയി. നമ്മളെപ്പോഴും സാമൂഹികമായി എത്രയോ ഇനിയും വളരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരുടെ ഇല്ലായ്മയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ പോസിറ്റീവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാം. താങ്ക് യു. ഒരു നല്ല ജീവിതം നമ്മുടെ മുന്നിൽ ഇനിയുമുണ്ട്. നമുക്ക് അത് പരമാവധി പ്രയോജനപ്പെടുത്താം. താങ്ക് യു വെരി മച്ച്.